വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താ ഒറ്റയ്ക്ക് വന്നിരിക്കണേന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? 2025 എൻ്റെ ആവാൻ പോവല്ലേ. സോ ഐ തോട്ട് എനിക്ക് 2025 എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു വർഷത്തിൽ എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ എന്തൊക്കെ പാഠങ്ങൾ ഞാൻ പഠിച്ചു എന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. 2026 തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒട്ടും തന്നെ പ്രീ പ്ലാൻഡ് അല്ല ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണോ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് അത് പറയാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അച്ചീവ്മെന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലും മറവിയുടെ സുഖം കൂടുതലാണ്, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആദ്യമേ തന്നെ ഞാൻ ഒരിക്കലും ജർമ്മൻ പഠിക്കുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമെന്നോ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു 2025 എൻ്റെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ എൻ്റെ ജർമ്മൻ B2 എക്സാം എഴുതിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2024 ഞാൻ ജർമ്മൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്. മീൻസ് 2025 കിടക്കുന്ന ജാനുവരി സ്റ്റാർട്ടിങ്ങിൽ. അതിന് ശേഷം ജാനുവരിയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സ്പ്രഷൻ എഴുതി. ഞാൻ പാസ്സായടാ. സ്പ്രഷൻ ഞാൻ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് സ്പ്രഷൻ എനിക്ക് പെട്ടെന്ന് ഞാൻ സംസാരിക്കുമെങ്കിലും പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജാനുവരിയിൽ അത് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയുക, 2025 ഇതെൻ്റെ വർഷം തന്നെ എന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മെയ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഫുൾ മൊഡ്യൂൾ ആയടാ. ഓക്കെ, അപ്പം എന്താണ് 2025 തന്നെ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുറേ വട്ടം എക്സാംസ് എഴുതി വർഷങ്ങളോളം എടുത്ത് പെട്ടെന്ന് പാസ്സാവുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 2025 എനിക്ക് എൻ്റെ B2 ഫുൾ മൊഡ്യൂള് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു +2 പഠിക്കുന്ന സമയം, +1 പകുതി ആയപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് അന്ന് വീട്ടിൽ നിന്ന് ഫോം മേടിച്ചു തരുന്നത്. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് +1 +2 ഫോം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു ഇത് പഠിക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഇത് ബാക്കി ഒരു ആവശ്യത്തിനും ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒരു ആവശ്യത്തിനും ഇതെടുക്കാൻ പാടില്ല എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെ കുറേ നാൾ ഞാൻ പറഞ്ഞു പുറകെ നടന്നിട്ടാണ് പപ്പയും അമ്മയും എന്നെ സമ്മതിച്ചത്. അതായത് ഓക്കെ, നീ ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തോ, പക്ഷെ അതിൽ നിന്ന് എന്ത് വള്ളി പിടിച്ചു കഴിഞ്ഞാലും നീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം എന്നെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. അവർക്കൊരു തലവേദന അത് കാരണം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അപ്പം ആദ്യം സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നതിലൊന്നും വീട്ടിൽ നിന്നല്ല ആരുടെ കയ്യിൽ നിന്നും എനിക്കൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അജയ്, അവൻ മാത്രമായിരുന്നു നീ ചെയ്തോ, എനിക്കറിയാം നീ അത് നന്നായിട്ട് ഉപയോഗിക്കത്തുള്ളൂ, സോ നീ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടായിട്ട് അവനായിരുന്നു ഉണ്ടായിരുന്നത്. സോ വീട്ടിൽ നിന്ന് നീ ചെയ്യണമെങ്കിൽ ചെയ്തോ, പ്രത്യേകിച്ച് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ല, എന്നാൽ ഇടയ്ക്ക് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്, എന്നാൽ സപ്പോർട്ടില്ല, ഈ ഒരു രീതിയായിരുന്നു പണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണത് വീട്ടുകാർ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും, ആ ഒരു രീതിയായിരുന്നു. അങ്ങനെ അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നീ ഈ വീഡിയോ ചെയ്തിട്ട് എന്ത് ഫലം ഉണ്ടായി, നിനക്ക് എന്തെങ്കിലും കിട്ടിയോ, നീ സിനിമയിൽ കയറിയോ. അപ്പം ശരിക്കും ഞാൻ വീഡിയോ ജേർണി സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മൾ കൊറോണ ബാച്ചായിരുന്നു. സോ ഫുൾ ടൈം വീട്ടിലായിരുന്നു, ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്, ട്യൂഷൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, ഇത് തന്നെ. അപ്പോൾ പ്രാന്ത് പിടിക്കുന്ന ആ സെഷനിൽ എനിക്ക് ഒരു റിലാക്സേഷൻ ഫുൾ ടൈം ഈ വീടിനകത്താണടാ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളും തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ജസ്റ്റ് അഭിനയിക്കാം, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്നെ ആക്റ്റീവായിട്ട് വെക്കാം. അപ്പം ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സോ ആ സമയത്ത് എനിക്ക് കുഞ്ഞു ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നത് കൊണ്ടെന്നല്ല, കുഞ്ഞു ഷോർട്ട് ഫിലിം, കുഞ്ഞു ഫോട്ടോഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് എന്നാ പറയുക, പപ്പയും അമ്മയും വേണ്ട അത് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കലൊക്കെ ഉണ്ട്, ഇതുവരെയായിട്ട് ഒന്നും ആയില്ലേ, ഫോളോവേഴ്സ് ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു. അതിപ്പം എത്ര കൗണ്ടാണെങ്കിലും അത്ര ആൾക്കാർ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേടാ. ഓക്കെ, അങ്ങനെ നിൻ്റെ ഒരു വീഡിയോ പോലും വൈറലായില്ലല്ലോ എന്ന് പറയാതെ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരുടെ മനസ്സൊന്നും നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ നിന്ന് ഈ 2025 ഞാൻ എൻ്റെ B2 എക്സാം പാസ്സായി കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറണമല്ലോ ദൈവമേ
എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ജർമ്മൻ B2 പാസ്സായിട്ടുള്ളതിൻ്റെ വീഡിയോ അങ്ങ് കത്തി എന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 lakh വ്യൂ മേലെ കഴിഞ്ഞു കേട്ടോ. അപ്പം അതിൽ നിന്ന് എനിക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടി, ക്ലാസ് എടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്റ്റുഡൻസിനെ എനിക്ക് കിട്ടി. ഞാൻ മനസ്സിനകത്ത് ഇങ്ങനെ ദൈവമേ ഞാൻ എവിടെ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോസ് ആ ഒരു രീതി ആയിരിക്കുമല്ലോ. സോ നല്ലൊരു സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് വർഷങ്ങളായിട്ട് ഞാൻ വിട്ടുകളയാതെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ആ വീഡിയോ ചെയ്യുന്ന ആ ഒരു കാര്യം കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ടായി. എനിക്ക് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാനും ഒത്തിരി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും ഞാൻ വളരെ ബിസിയായി. അതായത് എനിക്ക് ഒന്നിനും എനിക്ക് സമയമില്ലാത്ത സാഹചര്യമായി. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഓവർലോഡ് എടുത്ത് പണിയെടുക്കുന്നത്? അപ്പോൾ എനിക്കറിയാം ആ വീഡിയോ തുടങ്ങി ഒരു 2 to 3 months ആ ഒരു സമയത്ത് എനിക്ക് എത്രത്തോളം സ്റ്റുഡൻസിന് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ അതായിരിക്കും എൻ്റെ ഏറ്റവും മോസ്റ്റ് പീക്ക് ടൈം. സോ ഞാൻ മാക്സിമം പറ്റുന്ന അത്ര സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, മാക്സിമം ജെനുവിനായിട്ടാണ് എടുത്തത്. സോ എനിക്ക് ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റി, അതുപോലെ തന്നെ ഒത്തിരി പിള്ളേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി, എനിക്കൊരു സൈഡ് ഇൻകമായി. അതുപോലെ തന്നെ ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ആദ്യം ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ഒപ്പം കൊളീഗ്സ്, എൻ്റെ ഫ്രണ്ട്സാണ് അവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക അവരുടെ ഭാഗത്തുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പം എന്നതാ എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ വിധത്തിലും നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പം നമുക്ക് ലൈഫിനകത്ത് വേറെ എന്ത് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അധികം ആലോചിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റി നമുക്ക് മുന്നിട്ട് നിൽക്കുകയാണല്ലോ. സോ അതെനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു സ്റ്റെപ്പായിരുന്നു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഞാൻ വിഷ്ലിങ്കായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എന്നതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വിഷ്ലിങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ നമുക്ക് എന്താ പറയുക ഡ്രസ്സിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും ഒക്കെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ എന്താ പറയുക അതിൽ നിന്നും എനിക്കൊരു ഇൻകവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 കാര്യം, ഒന്നെന്തായിരുന്നു ജർമ്മൻ പാസ്സായി, പിന്നെ എനിക്ക് എന്താ പറയുക സ്റ്റുഡൻസിന് കിട്ടി, അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റി, അവരുടെ നിന്നുള്ള നല്ല റിവ്യൂസ് കേൾക്കാൻ പറ്റി, ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. സോ അതായിരുന്നു അടുത്ത കാര്യം. പിന്നെ എൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഞാൻ ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് എനിക്കൊരു ഫോൺ എടുക്കണം, ഒരു ഐഫോൺ എടുക്കണം. മെയിൻലി ഫോർ എന്താ പറയുക വീഡിയോ പർപ്പസിന് വേണ്ടി ഒത്തിരി ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓപ്റ്റ് ചെയ്തത് എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ഐഫോൺ ആയിരുന്നു. അതുപോലെ എനിക്ക് ഒരു ലാപ്ടോപ്പ് വേണം എന്നുണ്ടായിരുന്നു, അതും എൻ്റെ പൈസ കൊണ്ട് തന്നെ മേടിക്കണം എന്നായിരുന്നു എനിക്ക് വലിയ പൂതി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വൺസ് ഞാൻ ജർമ്മനി പോയതിന് ശേഷം അല്ലെങ്കിൽ എബ്രോഡ് പോയതിന് ശേഷമായിരിക്കുമല്ലോ എനിക്കൊരു എന്താ പറയുക നല്ലൊരു ഏണിങ്സും കാര്യങ്ങളും കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ ആ ടൈമിലായിരിക്കും എനിക്കിത് മേടിക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും എനിക്ക് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ട്വിസ്റ്റായി, നമുക്ക് വീഡിയോ വൈറലായി, നമുക്ക് ഒത്തിരി പിള്ളേർ വന്നു, നമുക്ക് അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റി, എനിക്ക് ഇൻകമായി. സോ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ എമൗണ്ട് കിട്ടുന്നതെല്ലാം കൂട്ടി വെച്ച് ഒരു ഐഫോണും ഒരു ലാപ്ടോപ്പും എൻ്റെ ആവശ്യത്തിന് ഞാൻ സ്വന്തമായിട്ട് വാങ്ങി. ഇത് ഒത്തിരി ആൾക്കാർക്ക് ഒരു കുഞ്ഞ് അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്, കാരണം ഞാൻ 2025 ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സോ എനിക്ക് അത് മേടിക്കാനായിട്ട് പറ്റിയിട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ ഐഫോൺ മേടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗായിട്ടുള്ള നമ്മുടെ ഇല്ലിക്കക്കല്ല് പോകുന്ന വീഡിയോ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും അമ്മേനെ കൊണ്ട് അവിടെ കോട്ടയത്ത് നമ്മൾ മറ്റേ എക്സാം പാസ്സായിക്കുമ്പോൾ അവിടെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പണ്ടില്ലിക്കക്കല്ലിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അമ്മേനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഐ തോട്ട് ആ മെമ്മറീസ് ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കിടന്നോട്ടെ. അപ്പോൾ എൻ്റെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അത് പിന്നീട് ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് കാണാമല്ലോ, അത് പോകത്തില്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബ് ഇപ്പം തുടങ്ങണം അന്നൊന്നൊരു ചിന്തയില്ലാത്തതുകൊണ്ട് എൻ്റെ പണ്ടത്തെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ, മീൻസ് അതിലങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിനകത്ത് തന്നെ
പേരൊക്കെ മാറ്റി പ്രൊഫൈലൊക്കെ മാറ്റി എന്താക്കി, ആ വീഡിയോ അങ്ങ് അപ്ലോഡാക്കി. അത് പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐ മീൻ എന്നാ ഭയങ്കര ഇതൊന്നും അല്ല കേട്ടോ, 1000 സംതിങ് എത്രയോ വ്യൂസൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ ആഹാ കൊള്ളാലോ എന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഐഫോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഈ വർഷം യൂട്യൂബ് തുടങ്ങും എന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഞാൻ യൂട്യൂബ് തുടങ്ങി. അതാണ് നമ്മുടെ അടുത്ത ഒരു അച്ചീവ്മെൻ്റ് കേട്ടോ. പിന്നെ ഒത്തിരി പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തല്ല കേട്ടോ, കേരളത്തിന് പുറത്ത് വിസിറ്റ് ചെയ്തു. നമ്മുടെ B2 എക്സാം എഴുതാൻ പോയപ്പോൾ പഞ്ചാബ്, ബാംഗ്ലൂര്, ബോംബെ, പിന്നെ എവിടെയായിരുന്നു, പിന്നെ പറഞ്ഞ ട്രിവാൻഡ്രത്തായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും പോയിട്ട് എനിക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം കറക്റ്റ് എക്സാം എഴുതുന്നു, തിരിച്ചു പോരുന്നു, ഇതായിരുന്നു റുട്ടീൻ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇപ്പം അച്ചീവ്മെൻറ്റിൻ്റെ ലിസ്റ്റാണല്ലോ പറയുന്നത്, ഇനി ലോസിൻ്റെ ലിസ്റ്റ് വേറെ പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതായിരുന്നു എൻ്റെ അടുത്ത ഒരു എന്താ പറയുക അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഒത്തിരി സമയം എനിക്ക് എൻ്റെ വീട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. കാരണം ഞാൻ ദൂരെ ഒന്നും പോയിട്ടല്ല വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ പുറത്തുനിന്നുള്ള എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്കിപ്പോൾ വർക്കിന് പോവായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക ഞാനത് അധികം എന്താ നമ്മൾ പറയുക അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കൈൻഡ് ഓഫ് എനിക്ക് വീട്ടുകാരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു, അവരുടെ കൂടെ നിൽക്കണം എന്നായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഒത്തിരി വൈറലാവുക അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് എത്തുക എന്നതിന് പുറമെ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ കൂടെയുള്ള മെമ്മറീസ് എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാത്തൊരു സ്ഥലം അത് ആയിട്ടാണ് ഞാൻ യൂട്യൂബ് കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിനകത്തുള്ള ആൾക്കാർ ഇപ്പം 100 ആൾക്കാരാണെങ്കിലും 1000 ആൾക്കാരാണെങ്കിലും 2000 ആൾക്കാരാണെങ്കിലും അവരെ ഞാൻ എൻ്റെ ഒരു കുടുംബം പോലെ, അതായത് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു കുടുംബം പോലെയാണ് കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എനിക്കൊരു കുഞ്ഞു കുടുംബത്തിനെ കിട്ടി. ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ്, 1400 സബ്സ്ക്രൈബേഴ്സ് സംതിങ് ആയിട്ടുണ്ട്. സോ അതെൻ്റെ കുഞ്ഞൊരു കുടുംബമാണ്, അതും എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെന്താ പറയാൻ പറ്റുക, പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, ഇപ്പം എനിക്കൊരു കുഞ്ഞു ഡ്രസ്സ് മേടിക്കുക, കുഞ്ഞു ഡ്രസ്സല്ല എനിക്ക് ഡ്രസ്സ് മേടിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം തോന്നുക. സോ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഒരു പരിധി വരെ എനിക്ക് എൻ്റെ ഏണിങ്സ് കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വീട്ടുകാർക്കാണെങ്കിലും കുഞ്ഞു കുഞ്ഞു സഹായം, വലിയതൊന്നല്ല, കുഞ്ഞു കുഞ്ഞു സഹായമൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ IELTS പഠിപ്പിച്ച സമയത്ത് എന്താ പറയുക, ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് സ്കിൽസൊക്കെ പോയി. കാരണം ഞാൻ ജർമ്മൻ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതായത് ജർമ്മൻ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷും മൊത്തത്തിലേ പോകും, പിന്നെ ഒന്നും കിട്ടത്തില്ല, ഒന്നും അറിയത്തുണ്ടാവത്തില്ല. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ടൊക്കെ ഞാൻ വീട്ടിൽ ഏൽപ്പിക്കുകയായിരുന്നു. കാരണം കുറി കാര്യങ്ങൾ അടയ്ക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടത്തെ എമൗണ്ടൊക്കെ കൂടുതലും എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ 2025 അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറേ നാളായിട്ട് 2000 സംതിങ്ങിലായിരുന്നു എന്ത് കിടന്നിരുന്ന ഇൻസ്റ്റഗ്രാം. അത് ഈ വർഷം 3000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ജീവിതത്തിലെ 2025 അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നെക്സ്റ്റ് പാർട്ട് വന്നിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ 2025 ലോസുകളെ പറ്റിയാണ് കേട്ടോ. ഇത്ര കൂളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ നമ്മൾ എന്താ പറയുക, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒത്തിരിയധികം ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയായിരുന്നു വെച്ചാൽ, മോസ്റ്റ്ലി 2025 2024 ആ ഒരു കാലഘട്ടത്തിലൊക്കെ എൻ്റെ ലൈഫിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കാരണത്താൽ, മേ ബി അവരുടെ ഒരു കാരണത്താലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു കാരണത്താലായിരിക്കാം, അവരെൻ്റെ അടുത്തുനിന്ന് ഡിറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബെഗ് ചെയ്ത് നിൽക്കും. അതായത് അയ്യോ പ്ലീസ് നിൽക്ക്, പോവല്ലേ, അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണല്ലേ. ഞാൻ അവരെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോ റീസൺസ് ഞാൻ കണ്ടുപിടിക്കും. സോ ഞാൻ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി പണികൾ നമുക്ക് പല രീതിക്ക് നമുക്ക് വരും. സോ നമ്മൾ മനസ്സിലാക്കും. അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈഗോ അല്ല ഇതെന്ന്. പക്ഷേ എന്താ പറയുക,
നമ്മൾ ട്രൈ ചെയ്യണം ഏതൊരു കാര്യം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതി ആവാം. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം. ഒരിക്കലും നമ്മൾ ട്രൈ ചെയ്യാതെ ഇതിങ്ങനെയാണെന്ന് പറയാം അങ്ങനെ വിടണം എന്നല്ല ഞാൻ പറയുന്നത്. ട്രൈ ചെയ്ത് നമ്മൾ മടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്നിട്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഈഗോ പിടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി ദിവസം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമുക്കൊരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് സ്നേഹമുണ്ട്, എങ്ങനെയാണ് അവർക്ക് നമ്മുടെ അടുത്ത് ഒത്തിരി ദിവസം മിണ്ടാണ്ടിരിക്കാനായിട്ട് പറ്റുക? എപ്പോഴെങ്കിലും അവരുടെ മനസ്സൊന്ന് പെടയാതെ ഇരിക്കത്തില്ല, മനസ്സിലായോ? അതായത് ഒത്തിരി സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളൊന്ന് താന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾ താന്നു കൊടുക്കാന്ന് കാണുമോ മറ്റേ ആൾ ഇത്രയും അവൾ വന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും അവൻ വന്നല്ലോ, സോ അത് തീർക്കാം എന്നുള്ളൊരു രീതി വരും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടും ഒത്തിരി എഫേർട്സ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇട്ടിട്ടും അപ്പുറത്തുനിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മുടെ അടുത്ത് അത്രയും ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നല്ല കേട്ടോ. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ വിഷമിക്കില്ല എന്ന് എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കാത്ത ഒത്തിരി ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സാരം. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ സ്വതവേ എല്ലാവരോടും വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നേരിട്ടല്ലെങ്കിലും ഓൺലൈനൊക്കെയാണെങ്കിൽ ചറ സംസാരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ സർക്കിൾ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ അത് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടായാൽ മതി, എൻ്റെ ഒരാഴ്ച പോയി. അങ്ങനെയാണ്. എന്നെ അത് വളരെയധികം ഡൗൺ ആക്കും, വളരെയധികം. അത് എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിന് അറിയാതാരും, മനസ്സിലായോ? അവർക്കത് അറിയാം. എന്നിട്ടും അവരത് അറിഞ്ഞിട്ടും അവർ അത് നോർമലൈസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡ് ഫ്ലാഗ്, മനസ്സിലായോ? നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളിൽ മൂലം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞിട്ടും അത് ആഴ്ചകളോളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റെഡ് ഫ്ലാഗ്. അപ്പം ഞാൻ അവരെ ന്യായീകരിക്കാനുള്ള റീസൺസ് ഒത്തിരി അധികം കണ്ടുപിടിക്കും. ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും. കാരണം ഐ വാണ്ട് ടു കീപ് ദാറ്റ് ബോണ്ട്, മനസ്സിലായോ? പക്ഷേ എന്താ ചെയ്യുക? പക്ഷേ എനിക്ക് 2025 എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കുന്ന പരിപാടി 2024 നിർത്തിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും 2025 വിശ്വാസം കൂടുതലായിരുന്നു. പക്ഷേ ഞാൻ ഇരുന്ന് വിഷമിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആൾക്കാരിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ 2025 ഞാൻ കുറച്ച് ആൾക്കാരെ, എൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുകളെയൊക്കെ ഞാൻ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചില മുറിവുകൾ ഉണങ്ങില്ല എന്ന് പറഞ്ഞ പോലെ ഉണങ്ങുമായിരിക്കാം ഭാവിയിൽ. ഇപ്പം എന്തായാലും ഉണങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ സ്ഥിരം കുറച്ച് ആൾക്കാരെ പറ്റി നമ്മൾ ഓർത്ത് വിഷമിക്കുന്നതിലും നല്ലത് ഇടയ്ക്ക് വല്ല കാലത്തും ഓർമ്മ വരുമ്പോൾ വിഷമിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ പക്കാ പെർഫെക്റ്റ് ആണെന്നോ എന്നൊന്നും അല്ലാട്ടോ ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് തെറ്റുകൾ പറ്റും, ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് തെറ്റുകൾ പറ്റും. അവർക്ക് നമ്മളെ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനർത്ഥം വേണ്ടാന്ന് തന്നെയല്ലേടാ. പിന്നെ നമ്മൾ എന്തിനാടാ അവിടെ നിൽക്കുന്നത്, മനസ്സിലായോ? പിന്നെ ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. പിന്നെ അതിന് മാത്രമല്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമില്ല. സോ അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരെ എൻ്റെ ലൈഫിൽ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതാണ് 2025 എനിക്കുണ്ടായിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ പിന്നെ വന്നിട്ടുള്ള ഒരു ലോസാണ് 2025 ഞാൻ ജർമ്മനിക്ക് പറക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല. കാരണം ഞാൻ മെയ്യിൽ ഓൾറെഡി എൻ്റെ മൊഡ്യൂൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ വന്നാലല്ലേ നമുക്ക് 2025 പറക്കാൻ പറ്റുമെന്ന് അറിയത്തുള്ളൂ. ഇൻ്റർവ്യൂ വന്നിട്ടില്ല, പിന്നെ എങ്ങനെ 2025 പറക്കും? അത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. 2026 വരുവാണല്ലോ, അതും ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു വളർച്ചയും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ 2025 ലോസിൻ്റെ ഒരു ഹിസ്റ്ററി. ഇനി 2025 ഞാൻ പഠിച്ചിട്ടുള്ള പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇങ്ങനെ പറയുന്നത് ശരിയല്ല. എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഉള്ള 2 പേർ, ഒന്ന്
അജയ് ആണ്, ഒന്ന് ആതിരയാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. സോ ഞാൻ ആ ഒരു ബോണ്ടിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നൊരു രീതിക്കാണ് ഇപ്പം നിൽക്കുന്നത്. എനിക്കറിയില്ല, ഐ മീൻ എന്താ പറയുക, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത്രയും വർഷങ്ങളോളം സംസാരിച്ച് അത്രയും ഇതായാൽ മാത്രമാണ് ഞാൻ ഇനി ഒരാളെ ഒരു മൈൻഡിലേക്ക് എടുക്കുന്നുള്ളൂ. ഐ മീൻ ഇവരെൻ്റെ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മൈൻഡിലേക്ക് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് മൈൻഡിലേക്ക് മറ്റേത് പെട്ടെന്ന് വയ്ക്കും. എന്താ പറയുക, ഒരാഴ്ച മതി, ഒരാഴ്ച ഒന്നും വേണ്ട, 2-3 ദിവസം മതി, പെട്ടെന്ന് വെക്കും. അപ്പം ആ പരിപാടിയൊക്കെ നിർത്തി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ ചങ്കര തെങ്ങുമ്പോൾ തന്നെയാണെന്നാണല്ലോ ഒരു എന്താ പറയുക, ഒരു വർത്താനം. അത് വെച്ചിട്ട് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താവും എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇവരെ എനിക്ക് ലൂസ് ചെയ്യാതിരിക്കട്ടെ, ലെറ്റ് ദിസ് ബി ഫോർ എവർ എന്ന് നമ്മൾ പറയുന്നത് പോലെ കേട്ടോ. അപ്പോൾ ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. എല്ലാവരും നമ്മളിപ്പം എന്താ പറയുക, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ എന്നതാ, പിന്നെ ആരെ പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ പറയത്തില്ലേ, ചിലവർക്ക് ഒത്തുപോകാനൊക്കെ പറ്റുമായിരിക്കും കേട്ടോ. ഓരോരുത്തരുടെ വ്യൂ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ബോണ്ടാണെങ്കിലും നിലനിന്ന് പോകുന്നത്. അപ്പം നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പം എന്നാ പറയുക, ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്സ് എൻഡ് ആവാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തുടങ്ങാമെന്നുണ്ടെങ്കിലും അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ, മനസ്സിലായോ? അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം. എന്താ പറയുക, ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം എന്താണെങ്കിലും ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. അതുപോലെ തന്നെ നമുക്ക് വെക്കേണ്ട ബൗണ്ടറി നമ്മൾ വെക്കുക തന്നെ വേണം. നമ്മളൊരു ഓപ്പൺ ബുക്കായിട്ട് നമ്മൾ ആർക്ക് തുറന്നു കൊടുത്താലും ആർക്കും നമ്മൾ തുറന്നു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് ആൾക്കാർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കും മനസ്സിലാവും നമ്മുടെ വീക്ക് പോയിന്റ് എന്താണെന്ന്. അതനുസരിച്ച് അവർ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് അടിമുടി തകർന്നോ. എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് അത് വെച്ചിട്ട് കളിച്ചിട്ടുള്ള എന്താ പറയുക സുഹൃത്തുക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരൊന്നും നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അവരൊന്നും നിങ്ങൾക്ക് അറിയത്തേ ഇല്ല. ഇതിനകത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ടത്തെ എന്താ പറയുക ആൾക്കാരൊക്കെയാണ്. സോ അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്താ പറയുക, പഠിച്ചിട്ടുള്ള അടുത്തൊരു പാഠാണ്, ആർക്കും വേണ്ടി നമ്മുടെ ഭക്ഷണം, വെള്ളം, ഉറക്കം എന്നിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ കളയരുത്. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വയ്യാതാവും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപകാരങ്ങളും ഉണ്ടാവത്തില്ല. പിന്നെ എന്നതാ, നല്ലോണം എനിക്ക് എന്താ പറയുക, ഈ വർഷം ഞാൻ ഒത്തിരി ദിവസത്തിൽ എന്താ പറയുക ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഞാൻ ഒത്തിരി ഇരുന്ന് കരഞ്ഞിട്ടുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഞാൻ ഈ ദിവസങ്ങൾ തള്ളി നീക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എത്തിയടാ. സോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇടയ്ക്കൊരു കയറ്റവും ഇടയ്ക്കൊരു ഇറക്കവും, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാകും എന്നുള്ളൊരു തിരിച്ചറിവും നമുക്ക് വേണം. മനസ്സിലായോ? ഒറ്റയ്ക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞുള്ളൊരു സാധനം വേണം. കൂടുതലാവണം എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചെങ്കിലും വേണം. അപ്പം നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു സ്റ്റോപ്പ് വീണ് നമ്മളൊരു മുറിയുടെ അകത്ത് പെടരുത്. അപ്പം അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതെ 2026 നോക്കണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ 2025 പഠിച്ചത്. ഇനി 2026 നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, ശരിക്കും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. കാരണം മറവിയുടെ അസുഖം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ 2025 എൻഡ് ചെയ്യണതും നല്ലൊരു ഇത് വെച്ചിട്ടാണ്. പനിയും അതുപോലെ ഇപ്പോൾ ഞാൻ എന്താ പറയുക 3 നേരം മറ്റേ നമ്മുടെ പാരസെറ്റമോളും ആൻറ്റിബയോട്ടിക്കൊക്കെ 2 നേരം 1 നേരം അങ്ങോട്ടൊക്കെ എടുത്ത് ഒരു പെട്ടി നിറച്ച് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉഷാറായിട്ടിരിക്കുകയാണ്. കാരണം നാളെ ന്യൂ ഇയർ ആണല്ലോ. ന്യൂ ഇയർ ആവുന്നതിന് മുൻപ് പവർ പാക്ക് ആവണം. അല്ലെങ്കിൽ ജാനുവരി 1 തന്നെ പനി പിടിച്ചിട്ടുള്ള പനി പിടിച്ച് തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും.
അപ്പം ഇവിടെ വെച്ച് എൻ്റെ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും ഒക്കെ എന്നാ പറയുക പവർ പാക്കായിട്ടുള്ള എൻ്റെ ഈ 2025 വർഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ താങ്ക് യു ടു ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് ഈ 2025 ജീവിക്കാൻ ഒരു അവസരം തന്നുകൊണ്ടാണല്ലോ എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ഓരോ അനുഭവങ്ങളും നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ ആൾക്കാർ വിളിക്കും നമ്മളെ അഹങ്കാരിയാണ് അവൾ എന്ന് വിളിക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്താ പറയുക കുറച്ച് അഹങ്കാരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നേ. നമ്മൾക്കറിയാം നമ്മൾ എത്രത്തോളം ഓരോ കാര്യങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിന്നിട്ടുണ്ടെന്നുള്ളത് നമ്മളെ ബോധിപ്പിച്ചാൽ മതി. വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു കാര്യത്തിന് 10 പുറം ഉണ്ടാവും, മനസ്സിലായോ? നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തിന് ഒരാൾക്ക് ഒരു വ്യൂ ആയിരിക്കും, മറ്റേ ആൾക്ക് മറ്റൊരു വ്യൂ ആയിരിക്കും. സോ നമുക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു കാര്യം മാത്രം നോക്കുക, അത് മാക്സിമം ഒരാളെ വേദനിപ്പിക്കാത്ത രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർ, നമ്മൾ ചില സാഹചര്യത്തിൽ പറയത്തില്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം, ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരുടെയെങ്കിലും വാക്കുകളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആയതായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമൻ്റ് ആയിരിക്കാം. സോ ഏതൊക്കെയോ സാഹചര്യങ്ങളിലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഒരു വാക്കോ കാര്യങ്ങളൊക്കെ എനിക്കൊരു എപ്പോഴെങ്കിലുമൊക്കെ ഒരു റിലീഫായിട്ടുണ്ടാവും. സോ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പം ഇപ്പോൾ ഉള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത തികച്ചും ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം. സോ എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. കാരണം തന്നിട്ടുള്ള പാഠത്തിനും എല്ലാവരോടും സ്നേഹം മാത്രം. 2025 ഇന്ത്യയും ആരോടും പേഴ്സണലായിട്ട് ഒരു ഗ്രഡ്ജും ഇല്ല. ആരോടും വിഷമിപ്പിച്ചവർക്കും സന്തോഷിപ്പിച്ചവരോടും അതുപോലെ തന്നെ കുറ്റം പറഞ്ഞവരോടും എല്ലാവരോടും സ്നേഹം മാത്രം. ആരോടും പേഴ്സണലി ഒരു ഗ്രഡ്ജില്ല. വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഹേർട്ടായതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, സാരിയില്ല, പോട്ടെ. 2025 എൻ്റെ ആകുമ്പോൾ അതോടുകൂടി എല്ലാം അവസാനിപ്പിക്കുന്നതാണല്ലോ നല്ലത്. ഇനി കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതൊരു മെഗാ സീരിയൽ ആവുകടാ. എന്തൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലടാ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണ് എൻ്റെ 2025 ഷോർട്ടായിട്ട് ഞാൻ സമ്മറൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പം നിങ്ങളോടും ഒത്തിരി നന്ദി. കാരണം ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്, എൻ്റെ ലൈഫിൽ എപ്പോഴും സ്റ്റേ ചെയ്യാറ് അങ്ങനെ വന്നിട്ടുള്ളതാണ് എൻ്റെ 2 കൂട്ടുകാരും. അതുപോലെ ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും പക്ഷെ ഞാൻ വേണം എന്ന് വിചാരിച്ചിരുന്നൊരു സാധനമായിരുന്നു. എന്തായാലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഈ 2025 അവസാനത്തെ വീഡിയോ എൻഡ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഇനി 2026 പാക്കല കേട്ടോ.